പൊതുവെ ഹിന്ദു അഹിന്ദു അങ്ങനെ കൺസെപ്റ്റ് ഉണ്ടല്ലോ. ഹിന്ദുക്കൾക്ക് അമ്പലത്തിൽ പ്രവേശിക്കാൻ പാടും, അഹിന്ദുക്കൾക്ക് പ്രവേശിക്കാൻ പാടില്ല എന്നൊക്കെ ഞാൻ അതിന് മുമ്പേ മറ്റേ ഇതുണ്ടായിരുന്നല്ലോ, അവർ നിരക്ക് ക്ഷേത്രപ്രവേശനം ഉണ്ടായിരുന്നല്ലോ. അത് രാജാവിൻ്റെ കാലത്തല്ലേ ഒരു വിളംബരം ഉണ്ടായത്. ഞാൻ പറയാം അതുപോലെ ഒരു വിളംബരം എന്താണെന്ന് വെച്ചാൽ ഈ എന്തായാലും ഭക്തിയുള്ളവരേ വരുള്ളൂ, ഭക്തി ഇല്ലാത്തവരൊന്നും വരില്ല അമ്പലത്തിൽ, സംശയമൊന്നുമില്ല. കുറച്ച് കാലമൊക്കെ ഉണ്ടാവും ഒന്ന് കാണാൻ വരില്ല, പിന്നെ ഒന്നും ഉണ്ടാവില്ല. അപ്പം അത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്, നമുക്ക് ചെയ്യാൻ പറ്റാത്തതാണ് അതൊക്കെ. പക്ഷേ യേശുദാസിനെയൊക്കെ പോലെയുള്ള യേശുദാസിന് അങ്ങനെ ഭക്തിയൊന്നും, യേശുദാസ് ഇന്നേ വരെ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടില്ല. എന്തേ അങ്ങനത്തെ ആൾക്ക് ഓർക്കണം, അദ്ദേഹം പാസ് ഗെയിമാണ് അല്ലാതെ പറഞ്ഞത്. അത് ഈശ്വരൻ കോൺസെപ്റ്റിലെ ഒരു വരാണ് അദ്ദേഹത്തിൻ്റെ പാസ്. അത് വെച്ചിട്ട് അദ്ദേഹം അങ്ങനെ വിശ്വാസം. എനിക്ക് ഇപ്പോൾ പത്മനാഭസ്വാമി കേൾക്കോളം പറഞ്ഞില്ലേ, എൻ്റെ അദ്ദേഹം പോവില്ല അദ്ദേഹം അനുവദിച്ചാലും പിന്നെ ഗവൺമെൻറ് നിയമം എന്നാൽ പിന്നെ അതൊന്നും വന്നൊന്നുമില്ല, പോവില്ല. അദ്ദേഹത്തിൻ്റെ മതം വെച്ച് പോവില്ല. അവരുടെ മതക്കാർ കേട്ടില്ല. പിന്നെ ആറന്മുള പോയിട്ടുണ്ട്, ഏത് വരെ? നാളെ വരെ, ആ ബലിക്കല്ല് വരെ. എനിക്കറിയാം ആ കൊണ്ടുപോയാലും എനിക്കറിയാം സന്ധ്യ. ഇങ്ങനെയുള്ളവർക്ക് പ്രശസ്തർക്കല്ലേ കയറാൻ പ്രയാസമുള്ളൂ. കഴിവില്ല, എത്ര തൊഴിൽ പോകാനില്ല. ഈ മറ്റേ ഇദ്ദേഹം വന്നായിരുന്നല്ലോ, മറ്റേ യൂസഫ് അലി കേച്ചേരി, അദ്ദേഹം വലിയ ഭക്തനാണ്, വലിയ ഭക്തനാണ്. ഞാൻ അറിഞ്ഞായിരുന്നു അദ്ദേഹത്തിന്, ഭക്തനായിരുന്നു. അദ്ദേഹം വന്ന് തൊഴിൽ പോകാറുണ്ട്. അറിഞ്ഞിപ്പോൾ അദ്ദേഹം പുറത്തുനിന്ന് തൊഴിൽ വരും. അതിന് മുമ്പ് അറസ്റ്റ് വന്നായിരുന്നു മാസം. അങ്ങനത്തെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ, തൊഴിൽ പോകുന്ന ആൾക്കാർ. എന്നെ പഠിപ്പിച്ച ടീച്ചർ എല്ലാ മാസവും ഒന്ന് തൊഴിലായിരുന്നു. ഇപ്പം ഞാൻ ടീച്ചർ ഞാനുള്ളപ്പോൾ വരരുതൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് വിഷമാവേ എന്നൊക്കെ ഞാൻ ടീച്ചർ പറയാറുണ്ട്. അത് സ്വാഭാവികമാണ്. എങ്ങനെയാ അറിയാം ആരാണ് യഥാർത്ഥ ഭക്തി, യഥാർത്ഥ ഭക്തി ഇല്ലാത്തത്? ഇഷ്ടംപോലെ അനവധിയുണ്ട്. വെറും ഒരു അനാശാസ്യത്തിന് വേണ്ടി വരുന്ന ആൾക്കാരുണ്ട് ഇവിടെ, അതൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. നമുക്ക് നിയമം അങ്ങനെയാണ് ഞാൻ പറയാം, അത് പറയാൻ പറ്റുള്ളൂ. അന്ന് വരാറിവിടെ വിഷയത്തിൽ എൻ്റെ അച്ഛനായിരുന്നു അന്നത്തെ ഇത്. അപ്പോൾ പുണ്യാഹക്കം വന്നപ്പോൾ അന്ന് സുപ്രീം കോടതിയിൽ നിന്ന് നമുക്കൊരു നിർദ്ദേശം കിട്ടും. പല വിഭാഗം ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം, സിഖ്, പിന്നെ പാഴ്സിയോ അതോ ജെയിനോ അങ്ങനെ ഒരു ആറ് ജാതിയിൽ പേര് പറഞ്ഞു. ഇതാണ് ഇവിടുത്തെ കാസ്റ്റ് ഉള്ളൂ, ബാക്കിയൊന്നും കാസ്റ്റ് രജിസ്റ്റേർഡല്ല, അവരുടെ സുപ്രീം കോടതി ഇതിലില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ ചോദിച്ചു, ഇങ്ങനെ ഇത് വന്നു കഴിഞ്ഞാൽ ഏതാണ് നമ്മൾ സ്വീകരിക്കുന്നത്? ഹിന്ദുവും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ് വന്നതായ സന്തതിയെ നമ്മൾ എങ്ങനെ സ്വീകരിക്കണം? സുപ്രീം കോടതി നമുക്ക് മറുപടി കിട്ടിയില്ല എങ്ങനെയാണ് വേണ്ടതെന്നത്. ലക്ഷങ്ങളപ്പോൾ അന്ന് വലിയ വിവാദമായിരുന്നു. അതിന് വിഷയം മാറ്റിയായിരുന്നു. ഹിന്ദു ക്രിസ്ത്യൻ എന്നുള്ളതിനേക്കാളുപരി ഇദ്ദേഹം ഒരു സമുദായത്തിൽ ജനിച്ച കാരണം അവരോടുള്ള അവഗണനയാണ്. അയ്യോ വെള്ളാപ്പനായസൊക്കെ വരാൻ വന്നിട്ട് വളരെ കുട്ടികളും നമ്മൾ പഠിക്കില്ലായിരുന്നു കോലം കത്തിക്കലൊക്കെ. ഉദയാസ്തമനം എന്ന് പറഞ്ഞ ഒരു ആചാരത്തിൽ പ്രശ്നമല്ല. അത് ഇന്ന് തുടങ്ങിയ വിചാരിക്കുന്നത് ഞാൻ പൂജ തുടങ്ങിയ കാലം തൊട്ട് ഈ ഉദയാസ്തമനം മാസം ചിന്താഗതിയുണ്ട്. അന്നത്തെ സീനിയേഴ്സ് ആൾക്കാർ, എൻ്റെ വല്യച്ഛനാണ് അന്ന് എന്നെ തുടങ്ങിച്ച അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ സീനിയേഴ്സായിട്ടുള്ള ആൾക്കാരുടെ പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞ ഇത് ആചാരത്തിൽപ്പെട്ടതല്ല, ഉദയാസ്തമനം ആചാരമല്ല, അത് മാറ്റാവുന്നതാണ്, ഇത് വഴിപാടാണ്. ഇപ്പോൾ കേരളീയ വഴിപാടാണ് ഉദയാസ്തമന പൂജ. അത് പിന്നെ അവർക്ക് പശ്ചാത്തലമായിട്ട് ദേവസ്വം മേശ. ഈ ദേവസ്വം മേശ എടുക്കാൻ കാരണം അന്ന് ഏകാശി വഴക്ക് അവർ കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ അപ്പഴായിരുന്നു, പിന്നെ വേറെയും കുറച്ച് ആൾക്കാർ അപ്പഴായിരുന്നു. അപ്പം അച്ഛനോട് വലിയച്ഛൻ പറഞ്ഞു, വേണ്ട ബുദ്ധിമുട്ടാകും, ഇന്ന് വിഷമങ്ങൾ അവർ നാളേക്ക് അത് ബുദ്ധിമുട്ടാകും, ഏകാശിയിൽ വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഇനിയിപ്പോൾ അച്ഛന് കുറച്ച് കാലം വിഷമമാകുന്നതായിട്ട് വലിയച്ഛൻ അത് ദേവസ്വം കൊണ്ട് നശിച്ചു. ദേവസ്വം നഷ്ടമാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ദേവസ്വമായത് നാശമായി. ഇപ്പോഴും ദേവസ്വം ആ ഉദയാസ്തമന പൂജയ്ക്കുള്ള പൈസ അമ്പലത്തിൽ കശി വയ്ക്കുന്നുണ്ട്.
അങ്ങനെയാണെന്ന് വെച്ചാൽ എന്തിനാണ് ഇത് കശുവെക്കണം? ഇത് ആചാരമാണ് എന്ന് ഇപ്പോൾ ഉച്ചപ്പൂജ പന്തിരലി ഇതൊന്നും കശുവെക്കണില്ല. അതൊക്കെ ആചാരത്തിൽ പ്രശ്നമാണ്. ഇതിന് എന്തിനാണ് കശുവെക്കണം? അപ്പം അത് ആചാരത്തിൽ പ്രശ്നമല്ല, അത് സംശയില്ലാത്ത കാര്യമാണ് ആചാരത്തിൽ പ്രശ്നമല്ല എന്ന്. ആ സാധനം മാറ്റി വയ്ക്കാനുള്ള വിരോധം. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു ഉദയാസമയം ഉണ്ടെങ്കിൽ എനിക്ക് ഇന്ന് വയ്യ, നാളേക്ക് പറ്റുമോ അല്ലെങ്കിൽ മറ്റന്നാൾക്ക് പറ്റുമോ എന്ന് ചോദിച്ചാൽ ദേവസ്വത്തിൽ സമയം ഉണ്ടെങ്കിൽ അങ്ങനെ ആക്കി കൊടുക്കാം, അതിന് വിരോധമില്ല. ഇതുപോലെ ദേവസ്വം നടത്തുന്ന ഉദയാസമയ പൂജ ദേവസ്വം തന്നെയാണ് മാറ്റി വയ്ക്കേണ്ടത്. ആ മാറ്റി പൂജയ്ക്ക് ആരും മണി കഴിച്ചു ചോദിച്ചാൽ അത് ഞാനുണ്ടായത് മാസം അത്രേ ഉള്ളൂ. അല്ലാതെ ഇത് ഇപ്പോൾ ഇപ്പോൾ തുടങ്ങിയ ചിന്താഗതി ഒന്നുമല്ല. അതിന് വേണ്ടിയിട്ടാണ് അത് ആചാരമാണ്, മസ്റ്റാണ്. ഗുരുവായൂരപ്പൻ പ്രതിഷ്ഠാ ദിവസമാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ ഗുരുവായൂരപ്പ് പ്രതിഷ്ഠാ ദിവസം ഇല്ല, ദേവപ്രതിഷ്ഠയാണ് ഗുരുവായൂരപ്പൻ. ദേവന്മാർ പ്രതിഷ്ഠിച്ച ഇതാണ്. ദേവന്മാർ പ്രതിഷ്ഠിച്ചാൽ പ്രതിഷ്ഠാ ദിവസം ഉണ്ടാവില്ല, അത് പതിവില്ല. സ്വയംഭൂ ദേവപ്രതിഷ്ഠ അങ്ങനെ സ്ഥലങ്ങളിലൊന്നും പ്രതിഷ്ഠാ ദിവസമില്ല. അപ്പോൾ അതും വെറും വിശുദ്ധം പറയാനാണ് പ്രതിഷ്ഠാദിവസമാണെന്നത്. അതൊന്നുമല്ല, ആചാരത്തിൽ പ്രസ്തുതമല്ല. ആ സാധനം നമ്മൾ ഈ ഇതാണ് ഏകാദശി ദിവസം തിരക്ക് മാനിച്ച് നമ്മൾ അതിൻ്റെ തലേ ദിവസത്തെ ഞാനത് എൻ്റെ സ്വന്തം നേരക്ക് ഭൂപ്രശ്നം നോക്കി, അത് കൂടാതെ രാശി വെച്ച് നോക്കി ഒക്കെ ഗുരുവായൂരപ്പൻ ഹിതാസാക്കാണ് ഇന്നത്തെ ഞാൻ തീരുമാനിച്ചത്. ഇനിയിപ്പോൾ ഇത് മാറ്റിയില്ല, എനിക്കിപ്പോൾ എന്താ, എനിക്കൊരു വിരോധമില്ല, എനിക്ക് തൊഴാൻ ഒരു വിഷമമില്ല. ഈ തൊഴാൻ ബുദ്ധിമുട്ട് വരുന്നത് മുഴുവൻ വരുന്ന ഭക്തന്മാർ, സാധാരണ ഭക്തന്മാർ. ഇതിനെ ആക്ഷേപിക്കുന്നത് മുഴുവൻ ഈ പ്രിവിലേജ് തൊഴുന്ന ആൾക്കാരാണ്, അല്ലാതെ ക്യൂ നിന്ന് തൊഴുന്ന ആൾക്കാരെന്നല്ല അർത്ഥം. ഞാൻ പറയാം, എൻ്റെ വൈഫിൻ്റെ സഹോദരി 2 കൊല്ലം മുമ്പ് അവർ ക്യൂ നിന്ന് തൊഴിച്ച് പോയതാണ്. രാവിലെ 6 മണിക്ക് ക്യൂവിൽ കയറി വൈകുന്നേരം 5:30 മണിക്ക് അപ്പുറം വന്നു, ഒന്നും കഴിക്കാണ്ട്. ഞാൻ വന്നാൽ ബാക്കി വരാനില്ല, എപ്പോഴെങ്കിലും ചോദിക്കായിരുന്നു. അത് വേണ്ട, ക്യൂ ഒന്ന് തൊഴാശിട്ട് പോയി. സത്യം ഒന്നും കഴിച്ചിട്ടില്ല. എന്തോ ഭാഗ്യത്തിൽ ഇപ്പം ഇത് കൊണ്ടു വെച്ചാണ്, ഗവൺമെൻറ് സാധനം കൊണ്ടു വെച്ചാണ്, അത് കഴിച്ച് പോയി. അങ്ങനത്തെ അവസ്ഥ അപ്പോൾ അവർക്കൊന്നുമില്ല, എല്ലാവർക്കും അങ്ങനെയാണ് അവസ്ഥ. 8-10 മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് അവർ തൊഴിൽ പോകുന്നത്. ഉച്ച വരെ ഏകദേശം ആർക്കും തൊഴാൻ പറ്റില്ല, അങ്ങനത്തെ അവസ്ഥയാണ് സൂര്യാസ്തമയത്തിൽ. ഉച്ചയ്ക്ക് ശേഷമേ തൊഴാൻ പറ്റുള്ളൂ. പിന്നെ ഒരു ഏകാദശിയുടെ ഇടയിൽ തൊഴിലും വേണ്ടേ. ഏകാദശി എന്ന് പറഞ്ഞാൽ ആകെ 24 മണിക്കൂറേ ഉള്ളൂ. ഈ 24 മണിക്കൂർ ഉച്ച വരെ പറ്റില്ല, ബാക്കി സമയത്ത് തൊഴിലിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ വരുന്ന ആൾക്കാർക്ക് മുഴുവൻ തൊഴിലാനും പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ മാറ്റാമെന്ന് വിചാരിച്ചത്. ഞാൻ പോയി ഇറങ്ങിയ കാലത്ത് തിരക്കൊന്നുമല്ല. ഇപ്പോഴത്തെ തിരക്കെന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ലക്ഷക്കണക്കിന് ആൾക്കാരപ്പോൾ വരുന്നത്, ഏകദേശം 1 ലക്ഷം ആൾ ഊണ് കഴിച്ച് പോകുന്നത് ഉച്ചയ്ക്ക്, ഈ എന്താണ് ഗവൺമെൻറ് ഇത് കഴിച്ച് പോകുന്നത്. അപ്പോൾ അത്രയും ആൾക്കാർ ഇപ്പോൾ വരുന്നത് തീർച്ചയല്ലേ. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ മാറ്റം. ഇനി മാറ്റണ്ടേ, മാറ്റയ്ക്ക് മാറ്റാം, നമുക്ക് പെടുത്താം വിവാഹം. എനിക്കതുകൊണ്ട് യാതൊരു ലാഭമില്ല, ഒന്നുമില്ല. ഭക്തന്മാർക്ക് മാത്രമേ ഇതുകൊണ്ട് ഗുണമുള്ളൂ, വേറെ ആർക്കും അതിനൊരു ഗുണമില്ല. ദേവസ്വത്തിനും ഇല്ല, എനിക്കുമില്ല. എനിക്ക് സ്വന്തമായിട്ടും ഒരു ഇതൊന്നുമില്ല. വെറുതെ ഉണ്ടാവുക എന്നാണ് ഞാൻ പറയാം. ഇത് ചിന്തിക്കാതെ ആലോചിക്കാതെ ആക്കാന്നാണ് ഞാൻ പറയാം. ഈ ക്രൗഡ് മാനേജ്മെൻറ്റിന് ഇപ്പം ശബരിമല ചെയ്തു, ഓൺലൈൻ ബുക്കിംഗ് സിസ്റ്റം, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ നോക്കി? ഇതൊക്കെ പറയാനല്ലാണ്ട് ഒരു ആരും ബസ് ചെയ്യാൻ തയ്യാറാവാനില്ല. ഞാൻ പറഞ്ഞില്ലേ 4 കൊല്ലമായി ഞാൻ മെമ്പറായിട്ട്. ആ ചർച്ചങ്ങ കാലം ദിവസം ഞാൻ പറയുന്നതാണ് ഈ ക്യൂ സിസ്റ്റം ശരിയാക്കണം എന്നത്. ഞാൻ അന്ന് പറഞ്ഞു കുറച്ച് IAC, പല IAC 3-4-5 IACക്കാരെ ക്ഷണിച്ചു വയ്ക്കുക, അവരോട് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ പറയാം, പക്ഷെ അവരോട് ഒരു ഡിസൈൻ ഉണ്ടാക്കി തരാൻ പറയാം. അങ്ങനെ ചെയ്യാം, നമുക്ക് പ്രശ്നം ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാം, എന്നുവെച്ചാൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അത് പറയാമെന്നല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ അതാ പറഞ്ഞു, ഈ കമ്മിറ്റി എന്ന് പറഞ്ഞത് 4 കൊല്ലം വെറുതെ ഈ പാഞ്ചേനും ശ്രീവാസൊക്കെ റിപ്പയർ ചെയ്യാൻ ചിലവാക്കിയെന്നല്ലാതെ വേറെ ഒരു കാര്യം കാണുമ്പോൾ അത് എന്തെങ്കിലും തോന്നും. നിങ്ങളൊന്നും ആലോചിച്ചു, ഈ 4 കൊല്ലത്തിന് ഇടയ്ക്ക് ഇപ്പോൾ സാമ്പാറാവില്ലേ, ചോദിച്ചു നോക്കിയൊക്കെ എന്താണ് ഉണ്ടായിരിക്കുന്നത്. ഇതൊക്കെ ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഇതൊക്കെ ശരി, ഇപ്പം നിർത്തി പറയല്ലേ. അതുപോലെ തന്നെ ഈ കല്യാണങ്ങൾ 150 ഇത്രയൊന്നും ചെയ്യാനുള്ള കപ്പാസിറ്റി ടൗൺഷിപ്പിനില്ല. അതിനുള്ള ആംബുലൻസ് സിസ്റ്റം എല്ലാം വേണ്ടേ, അതൊന്നുമില്ല ഇവിടെ. 150 കല്യാണം 200 കല്യാണമൊക്കെ നടക്കുമ്പോഴത്തേക്ക് ഗവൺമെൻറ്റിന് കുറച്ച് 300 കല്യാണം കഴിയുന്നത് പറയാം. 375 കല്യാണം ഒരു ദിവസം കഴിയുന്നത്. അത് ഗവൺമെൻറ്റും അത് ഒന്നും സപ്പോർട്ട് ചെയ്യണം ഇതിനൊക്കെ. അതും മുനിസിപ്പാലിറ്റിയും ഗവൺമെൻറ്റും ഒക്കെ കൂടി ആയാലേ നമുക്കത് കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ. അതൊന്നും വരില്ല. ദേവസ്വം അത് റിക്വസ്റ്റ് ചെയ്ത് അത് ചെയ്യിപ്പിക്കണ്ടേ.
ഇപ്പോൾ ഗവൺമെൻറ് അറിയില്ല ഇപ്പോൾ എന്താ അവസ്ഥ എന്നത്. ഇപ്പോൾ ഗവൺമെൻറ് നമ്മൾ റിക്വസ്റ്റ് കൊടുത്ത് അവർ പോയി അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത് നമ്മളെ ആവശ്യമാണ്, നമ്മൾ ചെയ്യേണ്ടത്. അത് ചെയ്യില്ല. പറയും ഇവിടുന്ന് അച്ഛനൊന്നും പാസ്സാവില്ല എന്ന് പറയും. ഇവിടുന്ന് പാസ്സാക്കി വിശ്വസിച്ച് കാര്യമില്ല, അതിനെപ്പറ്റി അവർക്ക് പഠിപ്പിച്ച് കൊടുക്കണ്ടേ. ഇപ്പോൾ ഒരു ഈ ക്യൂ കോംപ്ലക്സിന് വേണ്ടി നമ്മൾ പാസ്സാക്കി നിൽക്കുക. എന്തിനാണ് ക്യൂ കോംപ്ലക്സ്? അപ്പോൾ അവരുടെ ആൾക്ക് ഇതൊന്നും അറിയുണ്ടാവില്ല. ക്യൂ കോംപ്ലക്സ് എന്താ എന്തിനാണെന്നൊന്നും അറിയുണ്ടാവില്ല. അപ്പോൾ ചിലപ്പോൾ 100 കോടി റുപ്യ ചിലവായി 100 കോടിക്ക് ക്യൂ കോംപ്ലക്സോ എന്നാലും വേണ്ട എന്താ വയ്ക്കും. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, എന്നാലേ അത് പാസ്സായി വരുള്ളൂ. അത് ബില്ലും അഡ്മിനിസ്ട്രേറ്ററോ അല്ലെങ്കിൽ കമ്മിറ്റിക്കാരൊക്കെ പോകണം, എന്നാലേ അതൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ അതൊന്നും അയക്കില്ല, അതൊന്നും അയക്കരുത്. ഈ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ അയക്കുള്ളൂ, ഇതൊന്നും ശരിയില്ല. ഈ തിരക്ക് മാനേജ് ചെയ്യാൻ ഏറ്റവും ലളിതമായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നാണ് താങ്കളുടെ അഭിപ്രായം? ഏറ്റവും ലളിതമായ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇപ്പം ഈ ഞാൻ ഒരു എസ്കലേറ്റർ സമ്പ്രദായം മനസ്സിൽ വിചാരിച്ചിരുന്നു. എസ്കലേറ്റർ ഈ മറ്റേ എയർപോർട്ടിലൊക്കെ ആണ് ഇങ്ങനെ അതേമാതിരി കൊണ്ടുപോയത്. അതൊക്കെ എക്സ്റ്റെൻഷൻ ചെയ്യാൻ പറ്റുമോ ചോദിച്ചാൽ എനിക്കറിയാം. അങ്ങനെ മനസ്സിങ്ങനെ തോന്നാറില്ല അത് ചെയ്തെങ്കിൽ കുറച്ചും ഇപ്പം മാൻ പവർ കുറയ്ക്കാറുണ്ട്. ഇതിപ്പോൾ മാൻ പവർ ഈ കേൾക്കുന്നവർക്കും ശല്യം, മാറും ഒന്ന് അതും ശല്യം. പിന്നെ ചിലപ്പോൾ പിടിച്ച് മാറ്റി ഒക്കെ അതും വിഷമാണല്ലോ, ചെയ്യാൻ പാടില്ല അത്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കാം. അപ്പോൾ ഈ ഇങ്ങനത്തെ IAS-കാരൊക്കെ വന്ന് അവർ ചോദിക്കാമല്ലോ ഇത് ചെയ്യാൻ പറ്റുമോ ഇല്ല എന്നുള്ളത്. എന്തായാലും നമുക്ക് ആ കിഴക്കേ ഭാഗത്ത് പാസേജ് വലിപ്പത് അതിൻ്റെ ഉള്ളിലേക്കുള്ള വഴികളാണ്. അതുവരെയെങ്കിലും ശരിക്കും എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വേഗം കൊണ്ടുപോകാൻ പറ്റും. ഇപ്പം അതുവരെ ഈ കിഴക്കൻ നട കണ്ടത് ജയിൽ പോലെയാണ്. നിറച്ച അരിച്ച് ഒരു ജയിൽ പോലെയായിരുന്നു.